നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ AI ഹബ്ബാക്കി മാറ്റാൻ കൈറ്റിന്റെ പരിശീലനം ഊർജം നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇടപ്പള്ളിയിലെ AI പരിശീലന ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞൾ കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇര തേടിയിറങ്ങിയ മലമ്പാമ്പ് ഗോൾ വലയിൽ കുടുങ്ങി. ആലുവ കമ്പനിപ്പടിയിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഗോൾ വലയിലാണ് മലമ്പാമ്പ് കുടുങ്ങിയത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ AI ഹബ്ബാക്കി മാറ്റാൻ കൈറ്റിന്റെ പരിശീലനം ഊർജം നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇടപ്പള്ളിയിലെ AI പരിശീലന ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൂലൈയിൽ കൊച്ചിയിൽ നടക്കുന്ന ജനറേറ്റീവ് AI കോൺക്ലേവിന് മുന്നോടിയായി അധ്യാപകർക്കായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നടത്തുന്ന AI പ്രായോഗിക പരിശീലനം AI നോളജ് ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിന് ഊർജ്ജം നൽകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചി ഇടപ്പള്ളിയിലെ കൈറ്റിന്റെ റീജിയണൽ സെന്ററിൽ നടക്കുന്ന AI പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. Through their eyes, we uncover the challenges, triumphs, and significant impact of integrating cutting-edge technology to empower themselves and their students in an ever-evolving digital world. I was quite apprehensive when I came for this training program because what we have been hearing is that big advantage that we can make use of it in the classroom sessions. If you want to create a questionnaire like a question paper with multiple choices or 2 marks, 3 marks. Additionally, teachers will learn image generation techniques to create and manipulate subject-specific visuals, transforming them into cartoons or paintings and incorporating 80,000 അധ്യാപകർക്ക് ഒരുമിച്ച് ഇത്തരത്തിൽ വൈദഗ്ധ്യമാർന്ന പരിശീലനം നൽകുന്നത് ലോകത്ത് തന്നെ ആദ്യമായിരിക്കും. ഉത്തരവാദിത്തത്തോടെയും അക്കാദമിക ചട്ടക്കൂട് പാലിച്ചും AI പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നത് ഏറെ ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ നിങ്ങളെ കണ്ട പലരും പുതിയ ടെക്നോളജിയെ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പഠന പ്രക്രിയ കുറെ കൂടി ലളിതമാക്കാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു ഏകോപിതമായ ഒരു ട്രെയിനിങ് ലോകത്ത് തന്നെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല ടീച്ചേഴ്സിന്. അതിനെ നേതൃത്വം നൽകിയതിന് വിദ്യാഭ്യാസ വകുപ്പിന് കെയ്റ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളിപ്പോൾ AI നമ്മുടെ സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്, സ്കൂൾ സിലബസിൻ്റെ ഭാഗമാക്കി. ജൂലൈ 11-12 IBM-ഉം ഗവൺമെൻറ് ഓഫ് കേരളയും ചേർന്ന് GAA-യിലുള്ള ഇൻ്റർനാഷണൽ കോൺക്ലേവ്, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺക്ലേവാണ് കൊച്ചി ഹയാത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ജർമ്മൻ കമ്പനി D-Space അവരുടെ ഏഷ്യയിലെ ആദ്യത്തെ ലാബാണ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ലോകോത്തര കമ്പനികൾ IBM തന്നെ 2ാമത്തെ വർഷത്തിലേക്ക് എത്തി കൊച്ചിയിലേക്ക് വന്നിട്ട് AI ടൂൾസ് എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. എല്ലാ തലങ്ങളിലും ഈ സാധ്യത വിനിയോഗിക്കുന്നു. നമുക്ക് ഹൈലി സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേരളത്തിൻ്റെ ഒരു കരുത്ത്. അപ്പം അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റുന്നതിന് ഇത് സഹായകരമായിരിക്കും. കേരളം നോളജ് ബേസ്ഡ് ഇക്കണോമി, നോളജ് സൊസൈറ്റിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. അപ്പം അതിൽ ഇത്തരം പഠന പ്രക്രിയ വളരെ നന്നായിരിക്കും. നിങ്ങൾക്കെല്ലാം ഇത് ഒരു പുതിയ ഊർജം പ്രദാനം ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. മന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞൾ കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിൽ വരുന്ന കോട്ടുപള്ളി, ചിറ്റാറ്റുകര പഞ്ചായത്തുകളിലെ വാർഡുകളിൽ മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. കൃഷി ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾക്കാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി നിർവഹിച്ചു. ഇപ്പോൾ വലിയ മഹാമാരി ഉണ്ടായപ്പോൾ കൊറോണ കാലത്ത് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് കേരളത്തിനകത്ത് കാർഷിക രംഗത്ത് വലിയൊരു ഇടപെടൽ നടത്തി, വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്നതിന് പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ
വളരെ ശക്തിയോടും ഊർജ്ജസ്വലതയോടും കൂടി ഇറങ്ങാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. അത് സഹകരണ ബാങ്കുകളുടെ സഹായം, സർക്കാരിൻ്റെ സഹായം, ത്രിതല പഞ്ചായത്തുകളുടെ സഹായം, അങ്ങനെ നിരവധി സഹായങ്ങൾ കൂടിച്ചേരുമ്പോൾ നമുക്കിതിലൊക്കെ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് യുവതലമുറയെ കൂടി തന്നെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ 4 മിഷനുകളിൽ, ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരിത കേരളം മിഷൻ. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രകൃതി സംരക്ഷണവും കാർഷിക രംഗത്തെ ഇടപെടലുമൊക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് കൂടി, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തരത്തിലുള്ള അതിനുമായി ബന്ധപ്പെട്ട് കാർഷിക താല്പര്യങ്ങൾ കാണിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമുക്കത് ഏറ്റുവാങ്ങാനും അത് വിതരണം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിയണം. അപ്പോൾ നമുക്കറിയാം, ഒരു കാർഷിക വിളവെടുപ്പ് നടത്തിയാൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ഒരു കാർഷിക വിപണി തുറക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ബാങ്ക് പ്രസിഡന്റ് എൽ ആദർശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ കരമടച്ച റെസീപ്റ്റ്, ഇനിയിപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിടത്തോളം ബാങ്കുമായി അടിയന്തരമായി ഈ വരുന്ന തിങ്കളാഴ്ചയോ ഇന്നും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വ്യാപകമായിട്ട് കൃഷി ആരംഭിക്കാം. ബാങ്ക് തന്നെ നേതൃത്വം കൊടുത്ത് ചില പ്രദേശത്തിനകത്ത് കൃഷി ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതൊരു മോഡൽ കൃഷിയായിട്ട് കൂടി നമ്മൾ കൊണ്ടുപോകാനായിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി മാർക്കറ്റ് റേറ്റിനനുസരിച്ച്, ഗ്രേഡ് അനുസരിച്ച്, മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നമ്മൾ എടുക്കും. അത് വേണമെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റുമായി ബന്ധപ്പെട്ട്, വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃഷി വ്യാപിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചപ്പോൾ ഇത് നമുക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം വന്നു. അങ്ങനെയാണ് മഞ്ഞൾ കൃഷിയെക്കുറിച്ച് നമ്മൾ ഏറെ നാളത്തെ അന്വേഷണത്തിന് ശേഷം ഈ സലീംക്കെ പോയി കാണുകയും അദ്ദേഹം നിർദ്ദേശം തരികയും വിത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് കൂട്ടമായ ഇടപെടൽ നടത്തി പോകണം. ഈ ഡയറക്ടർ ബോർഡ് അംഗം വി സജീവ് സ്വാഗതം പറഞ്ഞു. ജൈവ മഞ്ഞൾ കൃഷി കർഷകൻ കെ മുഹമ്മദ് സലീം അനുഭവങ്ങൾ പങ്കുവച്ചു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ PV പ്രതീക്ഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീജ ബിജു, പഞ്ചായത്ത് അംഗം സുനിത ബാലൻ, കൃഷി ഓഫീസർ അതുൽ, ബാങ്ക് സെക്രട്ടറി MN കുമുദ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഒരു കിലോ വിത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ പ്രദീപ എന്ന് പറയുന്ന വിത്തിന് 1/10 1 കിലോ വിത്ത് ഇറക്കി കഴിഞ്ഞാൽ 10 കിലോ മഞ്ഞൾ നമുക്ക് കിട്ടും. 10 കിലോ പൊടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1.5 കിലോ പൊടി കിട്ടും. നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇറക്കി കഴിഞ്ഞാൽ 4 മാസത്തിനുള്ളിൽ മഞ്ഞളിന് വളം ഇടണം. 4 മാസം കഴിഞ്ഞിട്ട് വിത്ത് ഇതിന് വളം ഇട്ട് കഴിഞ്ഞാൽ ആ പ്രാവശ്യം നമുക്ക് ആ വളം കൊണ്ട് ഉപയോഗമുണ്ടായിരിക്കില്ല. ഒരു മഞ്ഞൾ വിത്ത് ഇറക്കി കഴിഞ്ഞ് 2 പ്രാവശ്യം മാത്രമേ വളമിടേണ്ട ആവശ്യം വരണുള്ളൂ. 2 പ്രാവശ്യം ഉള്ളൂ. അത് വിട്ടിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇല ചുരുണ്ട് വരും, ഇല ഉണങ്ങിപ്പോവും. വിത്ത് ഇറക്കുന്നതിന് മുൻപായിട്ട് സുഡാമോണാസ് വിത്തിൽ മുക്കണം. വിത്തിൽ മുക്കിയിട്ടായിരിക്കണം നമ്മൾ വിത്ത് ഇറക്കേണ്ടത്. വിത്തിറക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് സൂഡാമോണാസ് അടിച്ചുകൊണ്ടിരിക്കും. ജൈവ കീടനാശിനിയാണ് സൂഡാമോണാസ്. അതുപോലെ ചാണപ്പൊടിയിലും സൂഡാമോണാസ് ഇടുന്നത് കൊണ്ട് വിരോധമില്ല. ഇര തേടി ഇറങ്ങിയ മലമ്പാമ്പ് ഗോൾ വലയിൽ കുടുങ്ങി. ആലുവ കമ്പനിപ്പടിയിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഗോൾ വലയിലാണ് മലമ്പാമ്പ് കുടുങ്ങിയത്. ആലുവ കമ്പനിപ്പടിയിൽ മുദ്രപ്പാടത്ത് കൃഷ്ണൻപള്ളിയുടെ സമീപത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. ഫുട്ബോൾ കോർട്ടിന്റെ ഗോൾ പോസ്റ്റിന്റെ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മലമ്പാമ്പ്. രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ വലയിൽ കുടുങ്ങിപ്പോയി ഇരവിഴുങ്ങിയ നിലയിലായിരുന്നു മലമ്പാമ്പ്. വനം വകുപ്പിന് പരിശീലനം ലഭിച്ച ഷൈൻ എത്തിയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വലയിൽ കുരുങ്ങിയതിനാൽ വളരെ സാഹസപ്പെട്ടാണ് മലമ്പാമ്പിനെ പുറത്തെടുത്തത്. പെരിയാറിന്റെ തീരത്തുള്ള ഫുട്ബോൾ കോർട്ടിൽ പെരിയാറിൽ നിന്നായിരിക്കും മലമ്പാമ്പ് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പാമ്പിനെ കാണാൻ രാവിലെ ഹിന്ദിക്കാരാണ് കണ്ടത്. വലയിൽ കുടുങ്ങി കിടക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരെയും പഞ്ചായത്തിലും ഫോറസ്റ്റിലും അറിയിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഇന്നലെ മഴ ചെയ്തു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇരുന്ന് നല്ല മഴ ചെയ്തുകൊണ്ട് പുഴയിൽ നിന്ന് കയറി വരാനാണ് സാധ്യത. ഇവിടെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി വരാനായിരിക്കും സാധ്യത ഏറ്റവും കൂടുതൽ. ഇതിപ്പോൾ അസാധാരണമായിട്ടാണ് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടിൽ കാണാൻ. രാവിലെ ഹിന്ദിക്കാർ പണിക്ക് പോകുന്ന സമയത്ത് ഹിന്ദിക്കാരാണ് ആദ്യം കണ്ടത്. അവരെ അറിയിക്കുക. പെരിയാറിലെ മത്സ്യക്കുരുതി റിപ്പോർട്ട് ഇന്ന് തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടതായി മന്ത്രി പി രാജീവ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
പെരിയാറിൽ രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ റിപ്പോർട്ട് ഉടനെ തന്നെ ലഭ്യമാക്കണമെന്ന് മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. സീനിയർ ഓഫീസറെ ചുമതലപ്പെടുത്തുമെന്ന തീരുമാനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപ്പിലാക്കി. ഇറിഗേഷൻ വകുപ്പ് പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കി വരികയാണ്. റിപ്പോർട്ട് ഇന്ന് തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടി സ്വീകരിക്കും. ഒരു സീനിയർ ഓഫീസറെ നിശ്ചയിക്കണമെന്ന കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ ഇറിഗേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട ആളുകളുമായി കൂടി ചർച്ച ചെയ്ത് അവരത് ഫൈനലൈസ് ചെയ്യും. റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. എന്തായാലും സർക്കാർ ഈ കാര്യങ്ങളുടെ ഏകോപിതമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഷട്ടർ തുറക്കുന്ന സന്ദർഭത്തിൽ മുനിസിപ്പാലിറ്റിയും ഇറിഗേഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എല്ലാം ചേർന്നിട്ടുള്ളൊരു ഏകോപന സംവിധാനം വേണം. ഇതിപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ, ഇപ്പോൾ ചിലർ മുനിസിപ്പൽ വേസ്റ്റ് വരുന്നുണ്ട്, ചിലരും കമ്പനിയുടെ വരുന്നുണ്ട്, വേറെ പോലെ. ഇപ്പോൾ എല്ലാവരും ചേർന്നുള്ള ഒരു പരിശോധന വേണം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ വന്നിട്ടുള്ള ഗ്രീൻ ട്രിബ്യൂണൽ, സുപ്രീം കോടതി ഇതിൻ്റെ വിധികളുടെയും അതിലുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. അതിനാവശ്യമായിട്ടുള്ള ഒരു കുറിപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തയ്യാറാക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ AI ഹബ്ബാക്കി മാറ്റാൻ കൈറ്റിന്റെ പരിശീലനം ഊർജം നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇടപ്പള്ളിയിലെ AI പരിശീലന ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞൾ കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇര തേടിയിറങ്ങിയ മലമ്പാമ്പ് ഗോൾ വലയിൽ കുടുങ്ങി. ആലുവ കമ്പനിപ്പടിയിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഗോൾ വലയിലാണ് മലമ്പാമ്പ് കുടുങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം എൽ ജിവിഷനിൽ. നമസ്കാരം.